ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്നോ ഇതൊന്നും അറിഞ്ഞുകൊണ്ടോ മനസ്സിലാക്കിക്കൊണ്ടോ അല്ല ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. 10 വർഷം മുമ്പ് ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വരുന്നത് 2014 സെപ്റ്റംബറിലാണ്. നിങ്ങളെ പോലെ ഒന്നും അറിയാതെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി, ഒരു സാധാരണക്കാരനായി ഈ ബിസിനസ്സിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഞാൻ ഈ ബിസിനസ്സിൽ വരാനുള്ള 4 കാരണം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, എന്നെ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പെട്ടുപോകുന്ന സമയത്ത് ചെറിയ രീതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ എന്നെ സഹായിക്കുകയും ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് ആളുകളിൽ എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാനിരിക്കാൻ പോയത്. അല്ലെങ്കിൽ ഞാൻ പക്ഷെ കേൾക്കാൻ പോലും അന്നത്തെ സാഹചര്യത്തിൽ തയ്യാറാവണമെന്നില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം വിളിച്ചു, ഞാൻ അങ്ങനെ വന്നു. അതിനുശേഷം ഇവരെന്നോട് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇവരെന്നോട് ഒരു കാര്യം പറഞ്ഞു, ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിന് പൈസയൊന്നും വേണ്ട, ഫ്രീ ആണ്. ഒരാളൊരു സാധനം ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാല് അത് വേണ്ടെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ പൈസ കൊടുക്കില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ ID രജിസ്റ്റർ ചെയ്തത്. പിന്നെ ഈ ബിസിനസ്സിൽ വരാനുള്ള മൂന്നാമത്തെ കാരണം, അവര് എന്റെ മുമ്പിൽ എടുത്തു വെച്ച പല പ്രോഡക്റ്റുകളാണ്. ഞാൻ നോക്കുമ്പോഴേ ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഈ ബിസിനസ് ചെയ്താലും ചെയ്തില്ലേലും ഉപയോഗിക്കുന്നതാണ്. ആണോ അല്ലയോ? ആണോ അല്ലയോ? അല്ലേ? മൈനേശ്വരം ചെയ്തില്ലെന്ന് പറഞ്ഞ് പല്ല് കേൾക്കാതെ കുളിക്കാതിരിക്കാൻ പറ്റുമോ? പാത്രം കഴുകാതെ തുണി ഇറക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഈ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവർ എന്റെ മുമ്പിൽ എടുത്തു വെച്ചത്. എന്നിട്ട് ഇവരെന്നോടൊരു കാര്യം പറഞ്ഞു, ഈ പ്രോഡക്റ്റ് ഇവിടുന്ന് എടുത്താൽ നിനക്ക് 10 മുതൽ 40% വില കുറച്ച് കിട്ടും. 1% കിട്ടും എന്ന് പറഞ്ഞാൽ വിടാത്ത ആൾക്കാരാണ് നമ്മൾ. ആണോ അല്ലയോ? നമ്മളൊക്കെ നെസ്റ്റോയിലും അതുപോലെ ലുലുവിലൊക്കെ പോയി സാധനം മേടിക്കുമ്പോൾ ഇവര് സാധനം ബില്ല് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. ആണോ അല്ലയോ? എന്നിട്ട് നമുക്ക് അല്ലേ നമ്മൾ കൊടുക്കും. അങ്ങനെ പലവട്ടം മേടിക്കുമ്പോൾ ഇവര് ചിലപ്പോൾ പറയും, അതെ നിങ്ങൾക്ക് ഇത്ര പോയിന്റ് ആയിട്ടുണ്ട്, ഇത് റെഡി ചെയ്താൽ ഇപ്പൊ 400 രൂപ കിട്ടും. ആണോ അല്ലയോ? അത് മേടിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അപ്പൊ നമ്മളോട് 10% 40% ഒക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യൂലേ? അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ബിസിനസ് ചെയ്താൽ ഇനി ഒന്നും കിട്ടിയില്ലേലും